സംഭവം അങ്ങ് തെലുങ്ക് ദേശത്ത് നിന്ന് ഒരു പുതിയ ടീസർ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ലോഡ് സാധനം വരുന്നുണ്ട്, കുറച്ച് സീരീസും സിനിമയായിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ ടീസറുകൾ വന്നു. അതിലൊരു ടീസർ തക്ഷകുടു, നമ്മുടെ വിജയ് ദേവർകൊണ്ടയുടെ അനിയൻ അഭിനയിക്കുന്ന ഒരു, ഇത് സിനിമയാണോ സീരീസ് ആണോ എന്താ പരിപാടി? അതെ അതെ. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പം കഴിഞ്ഞ വർഷവും അനൗൺസ് ചെയ്ത കുറേ വർക്കുകൾ ഇപ്പോഴും പെൻഡിങ് കിടപ്പുണ്ട് വരാൻ. ഇവർ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ തക്ഷകുടു. നമുക്ക് തക്ഷകുടുവിൻ്റെ ടീസർ ഒന്ന് കണ്ടു. വിജയ് ദേവർകൊണ്ട അനിയൻ ആനന്ദ് ദേവർകൊണ്ട. ഞാൻ പറയാൻ പറ്റുമായിരുന്നു തുമ്പാടിൻ്റെ. വേൾഡ് ഓഫ് ഡാർക്ക്നെസ്. മറ്റേ ലാപ്പത്ത ലേഡീസ് ആ കൊച്ചാണോ? സിനിമയാണോ സീരീസ് ആണോ അവർ പറയുന്നില്ലല്ലോ. ആണോ സീരീസ് ആണോ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മറ്റേ ടാഗിലൊക്കെ മറ്റേ ഇവിടെ കൊടുത്തിരുന്നത് ഫസ്റ്റ് തെലുങ്ക് സീരീസ് ഓൺ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ. തക്ഷകുടു എന്ന് പറഞ്ഞാൽ തക്ഷകന്റെ കഥയാണോ? തക്ഷകന്റെ കഥ എന്താ ഇവിടെ കൊണ്ടുവിളിപ്പിച്ചാലും കണ്ടുപിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവളെ മിസ്സായി പോയിട്ട് അവളെ തേടി ഇറങ്ങുന്ന സംഭവം ആയിരിക്കും. മറ്റേ അവൻ്റെ കൈ നെഞ്ചത്ത് എഴുതിയിട്ടുണ്ട്, കൈ മറ്റേ അവളുടെ മാലയുണ്ട്, കഴുത്തെ കിടക്കുന്ന മാലയുണ്ട്, അങ്ങനെ കുറേ സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അതായത് അവളെ ആരെങ്കിലും തട്ടിപ്പറ്റേ കത്തിക്കൊണ്ട് പോകുന്ന. അതെ അതെ. പിന്നെ ഈ ഞാൻ അധികം കേട്ടിട്ടില്ല ഈ വയലിൻ യൂസ് തെലുങ്ക് സിനിമയുടെ ബീജമായിട്ട്. അതായത് ഇതിപ്പം തെലുങ്ക് അവരുടെ മറ്റേ തിയേറ്റർ പടം അല്ലല്ലോ, നെറ്റ്ഫ്ലിക്സിന്റെ കയ്യിലാണ് സാധനം. മൊത്തത്തിൽ ഒരു അതെ ക്വാളിറ്റി പരിപാടിയാണെന്ന് തോന്നുന്നു. ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട്. കട്ട്സിന്റെ പേസിങ് അല്ല, ഒരു വേറൊരു ഒരു ഭാഷ. ഏതായാലും അത് വരട്ടെ, കമ്മിങ് സൂൺ എന്നാണ്. ഈ വർഷം വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അതാണ് നെറ്റ്ഫ്ലിക്സിന്റെ പ്രത്യേകത. കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത കുറെ സാധനങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല. സാധനം ഉണ്ട്, അതായത് പ്രൊഡക്ഷനിലാണ്. ഇനിയിപ്പോ ഈ വർഷം വന്ന് ഇല്ല അടുത്ത വർഷം. നിങ്ങൾ ഇതൊക്കെ മറന്ന് മടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്യും. ഇതാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രശ്നം. കുറെ സാധനം ഇറക്കിയിട്ടുണ്ട്, നമ്മളതെല്ലാം പലതും ഇങ്ങനെ കണ്ടു നോക്കാം. അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. അതെ അതെ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ബാക്കി ട്രെയിലറോ അടുത്ത പരിപാടിയൊക്കെ വരട്ടെ. ഇത് ഇപ്പോൾ കാണാൻ നമ്മൾ ഇതെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ തംബ്നെയിൽ ഭയങ്കര രസമായിരുന്നു നമ്മൾ കണ്ടു നോക്കിയപ്പോൾ.